ഹായ്, വെൽക്കം ടു സജീസ് ഇന്നോവേഷൻസ്. നമ്മൾ ചെയ്യുന്നൊരു കുക്കിംഗ് വീഡിയോ ആണെങ്കിലും ഞാനിപ്പോൾ ഉള്ളത് എൻ്റെ വീടിൻ്റെ കിച്ചൺ ഗാർഡനിലാണ്. ഈ കിച്ചൺ ഗാർഡൻ പലപ്പോഴും നിങ്ങൾ കണ്ടിട്ടുണ്ട്. ഇന്ന് ഞാൻ ഇവിടെ നിന്ന് പറയാനുള്ള കാരണം എന്താ വെച്ചാൽ, ഇവിടുത്തെ ഐറ്റം കൊണ്ടൊരു സ്പെഷ്യൽ ഐറ്റം കൊണ്ട് നമ്മളിന്നൊരു സ്പെഷ്യൽ സാധനം ഉണ്ടാക്കാൻ പോകുന്നത്. അതായത് ടൊമാറ്റോ. തക്കാളി കുറേ അധികം ഉണ്ടായിട്ടുണ്ട് എൻ്റെ കിച്ചൺ ഗാർഡനിൽ, കണ്ടോ. ഈ ടൊമാറ്റോ വെച്ചിട്ടൊരു ഐറ്റമാണ് ചെയ്യാൻ പോകുന്നത്. ഒരു 3 ടൊമാറ്റോ പഴുത്തിട്ടുണ്ട്, ബാക്കിയെല്ലാം പച്ചയ്ക്ക് നിൽക്കുന്നുണ്ട്. സംഭവിച്ചാൽ ഇത് കാറ്റടിച്ചിട്ട് ഇതൊന്ന് ഒടിഞ്ഞു വീഴാൻ ടെൻഡൻസി കാണിക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ വിചാരിച്ചു കുറച്ച് പച്ച ടൊമാറ്റോ അല്ലെങ്കിൽ പഴുക്കാത്ത കുറച്ച് ടൊമാറ്റോ ഒന്ന് എടുക്കാമെന്ന് വെച്ചിട്ട്. അപ്പോൾ നമ്മൾ ഇത് വെച്ച് ഉണ്ടാക്കാൻ പോകുന്നത് ഒരു ഗ്രീൻ ടൊമാറ്റോ ചട്നിയാണ്. ഗ്രീൻ ടൊമാറ്റോ കൊണ്ടൊരു ചട്നി അടിപൊളി ഐറ്റമാണ്. ചപ്പാത്തിക്കും ദോശയ്ക്കും ചോറിനും എന്തിനു വേണോ കഴിക്കാൻ പറ്റിയൊരു സാധനമാണ്. ഞങ്ങളിന്ന് വൈകുന്നേരം ചപ്പാത്തിയുടെ കൂടിയത് കഴിക്കാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് ആദ്യം കുറച്ച് തക്കാളി ഇതൊന്ന് എടുത്തിട്ട് വൈകുന്നേരം നമുക്ക് കിച്ചണിൽ കാണാം. ഒരു മിനിറ്റ്. അപ്പോൾ ഇന്നത്തെ ടൊമാറ്റോ ചട്നി അല്ലെങ്കിൽ ഗ്രീൻ ടൊമാറ്റോ ചട്നിക്ക് ആവശ്യമായ ടൊമാറ്റോ ഞാൻ എടുത്തിട്ടുണ്ട്. നമുക്കിതുമായിട്ട് വൈകുന്നേരം നമ്മുടെ കിച്ചണിൽ കാണാം. ഓക്കെ, അപ്പോൾ നമ്മൾ നമ്മുടെ ഗ്രീൻ ടൊമാറ്റോ ചട്നിക്കുള്ള ടൊമാറ്റോ ആയിട്ട് കിച്ചണിൽ എത്തിയിട്ടുണ്ട്. കണ്ടോ, ഞാനൊരു 10 ഗ്രീൻ ടൊമാറ്റോ ആണ് എടുത്തിരിക്കുന്നത്. നന്നായിട്ട് കഴുകി വെച്ചിട്ടുണ്ടേ. ബാക്കി ഐറ്റംസൊക്കെ ഞാൻ പിന്നെ കാണിക്കാം. അപ്പോൾ ഒരു ചെറിയ ചേഞ്ച് ഉണ്ട്. ഞാൻ ഇന്നലെ പറഞ്ഞത് ഡിന്നറിന് ആണ് ഉണ്ടാക്കുന്നതെന്ന്. ഇന്നലെ ഉണ്ടാക്കാൻ പറ്റിയില്ല, ചെറിയൊരു പ്രശ്നം കാരണം. അപ്പോൾ ഇത് രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് ഞങ്ങൾ ഗ്രീൻ ടൊമാറ്റോ ചട്നി ഉണ്ടാക്കാൻ പോകുന്നത്. ഇതും ചപ്പാത്തിയുടെ കൂടെ തന്നെ കേട്ടോ. അപ്പോൾ നമുക്ക് ആദ്യം ഈ ടൊമാറ്റോ കട്ട് ചെയ്ത് ചെറിയ പീസസ് ആക്കണം കേട്ടോ. അപ്പോൾ നമ്മുടെ ഐറ്റംസൊക്കെ റെഡിയാണ്. ഇതേ ടൊമാറ്റോ ഞാൻ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. പ്ലസ് കുറച്ച് ചെറിയ ചെറിയ ഐറ്റംസും കൊണ്ട്, വളരെ കുറച്ച് ഐറ്റംസ് മാത്രം മതി ഉണ്ടാക്കാൻ. ഓരോന്നായിട്ട് ഇടുമ്പോൾ അതിൻ്റെ അളവും കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞുതരാം. അപ്പോൾ ഇവിടെ ഞാനൊരു പാൻ അടുപ്പത്ത് വെച്ചത് ചൂടായിരിപ്പുണ്ട്. ആ സമയം ഞാൻ കുറച്ച് വെളിച്ചെണ്ണ ഒഴിക്കുകയാണേ. 2 ടേബിൾ സ്പൂണൊക്കെ ഒഴിച്ചാൽ മതി. അപ്പോൾ എണ്ണ ഒന്ന് ചൂടായി വരുമ്പോഴത്തേക്ക് ഞാൻ ഈ കട്ട് ചെയ്ത ടൊമാറ്റോ ഇതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. ഇനി ഇതിലേക്കൊരു 4 പച്ചമുളക് ഞാൻ ഇടുന്നുണ്ട്. ഒരു 10-15 ചെറിയ ഉള്ളി ആഡ് ചെയ്യുന്നുണ്ട്. കുറച്ച് മല്ലിയില ആഡ് ചെയ്യുന്നുണ്ട്. പിന്നെ അല്പം പുളി ഇട്ടോ, വാളൻപുളി. പച്ച ടൊമാറ്റോയ്ക്ക് പുളി ഉണ്ടാവില്ല, അതുകൊണ്ടാട്ടോ. പിന്നെ 1 ടീസ്പൂൺ കണക്കായി ഉപ്പും കൂടെ ആഡ് ചെയ്യുന്നുണ്ട്. നോക്കിയിട്ട് പിന്നെ ഇടാം നമുക്ക് ഉപ്പ്. നന്നായിട്ടൊന്ന് യോജിപ്പിച്ച് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഒരു 5 മിനിറ്റ് നമ്മൾ അടച്ചു വെച്ചൊന്ന് വേവിക്കുക. ഒരു മീഡിയം ഫ്ലെയിമിൽ വേവിച്ചാൽ മതി കേട്ടോ. 5 മിനിറ്റിന് ശേഷം നമുക്ക് പിന്നെയും കാണാം. അപ്പോൾ നമ്മുടെ ടൊമാറ്റോ അപ്പോൾ ഒരു 5 മിനിറ്റോളം വെന്തിട്ടുണ്ട്. നമുക്ക് നോക്കാം എങ്ങനെയുണ്ടെന്ന്. വേണ്ട, കുറച്ച് വെള്ളമൊക്കെ ഇറങ്ങിയിട്ട് ടൊമാറ്റോയുടെ വെള്ളം ഉണ്ടെങ്കിലും തുറന്ന് വെച്ചിട്ട് കുറച്ച് ഇളക്കിയ വെള്ളം അങ്ങ് പൊക്കളൂ കേട്ടോ. അപ്പോൾ ഇതിന് ഞാൻ ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് ഒരു 5 മിനിറ്റ് തണുക്കാൻ വയ്ക്കുക കേട്ടോ. അപ്പോൾ നമ്മുടെ മിക്സ് ഒന്ന് നന്നായിട്ട് തണുത്തിട്ടുണ്ടേ. ഇനി ഞാൻ ചെയ്യാൻ പോകുന്നത് ഇതിനൊരു മിക്സിയുടെ ജാറിലേക്ക് ഇടുകയാണ്. അപ്പോൾ ഇനി നന്നായിട്ടൊന്ന് അടിച്ചെടുക്കണം. അപ്പോൾ നമ്മുടെ ടൊമാറ്റോ മിക്സ് ഞാൻ മിക്സിക്ക് അടിച്ച് കൊണ്ടുവച്ചിട്ടുണ്ട് കേട്ടോ. നല്ല പേസ്റ്റ് ആയിട്ടുണ്ട്. അതേസമയം ഞാൻ വേറൊരു അതേ പാൻ തന്നെ വീണ്ടും കഴുകി അടുപ്പത്തേക്ക് വെച്ചിട്ടുണ്ട്. ചൂടായപ്പോൾ ഒരു ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ അതിലേക്ക് ഒഴിച്ചു കൊടുക്കുകയാണ്. കടുക് പൊട്ടിക്കാനാണ്. അപ്പോൾ എണ്ണ ചൂടായി വരുമ്പോൾ ഞാൻ 1 ടീസ്പൂൺ കടുക് ഇതിലേക്ക് ഇട്ട് കൊടുക്കണ്ടേ. കടുക് പൊട്ടി വരുമ്പോഴത്തേക്ക് ഒരു 3 ഉണക്കമുളക് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഒരല്പം കറിവേപ്പില ഇട്ട് കൊടുക്കുന്നുണ്ട്. ഒരു 1/4 ടീസ്പൂൺ കായത്തിൻ്റെ പൊടിയും കൂടി ചേർക്കുന്നുണ്ട്. ഇത്രയായാലും നമ്മൾ നേരത്തെ മിക്സിക്ക് അടിച്ച ആ മിക്സ് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം.
അപ്പോൾ നമ്മുടെ ഗ്രീൻ ടൊമാറ്റോ ചട്നി റെഡിയാണ്. ഇതുണ്ടോ, അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ഞാനിത് ഒന്നും കൂടെ ടേസ്റ്റ് ചെയ്ത് കാണിക്കുന്നില്ല. നേരത്തെ പറഞ്ഞ പോലെ ഞങ്ങൾ ബ്രേക്ക്ഫാസ്റ്റിന് ചപ്പാത്തിയുടെ ഒപ്പമാണ് ഈ സാധനം കഴിക്കുന്നത്. നല്ലൊരു പുളിയും അത്യാവശ്യം ഉപ്പും എരിവും ഒക്കെ ചേർത്ത് നല്ല ടേസ്റ്റ് ആയിട്ടുണ്ട്. ഇനി ഒരു കാര്യം പറയണമെങ്കിൽ നിങ്ങൾ ചിലപ്പോൾ ടൊമാറ്റോ പച്ചയായാലും കുറച്ച് പുളി ഉണ്ടാവും. അങ്ങനെയാണെങ്കിൽ അധികം പുളി ചേർക്കാണ്ടിരിക്കുക. ഞങ്ങൾക്ക് അത്യാവശ്യം പുളി ഇഷ്ടമാണ്, ഞങ്ങൾ എക്സ്ട്രാ പുളി ചേർത്തിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ പുളി വേണ്ട, ഒഴിവാക്കുക. സോ ഈ ഒരു റെസിപ്പി എല്ലാവർക്കും ഇഷ്ടമായി തന്നെ ഞാൻ കരുതുന്നു. ഇഷ്ടമായെങ്കിൽ ഇതുവരെയും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ദയവായിട്ട് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. സോ മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണുന്നവരെ ബൈ ഫ്രം സജീസ് ഇന്നോവേഷൻസ്.